പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജില്ലാ ഭരണകൂടം. കൃത്യമായ നഷ്ടപരിഹാരത്തിന് ശുപാർശ നൽകുമെന്നും രാസമാലിന്യം കലരാനുണ്ടായ സാഹചര്യം പഠിക്കുകയാണ് എന്നും ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര പറഞ്ഞു. പാതാളത്ത് മീനുകൾ ചത്തുപൊങ്ങിയ സ്ഥലം സബ് കളക്ടർ സന്ദർശിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് സിപിഐഎമ്മും ബിജെപിയും പ്രതിഷേധ മാർച്ച് നടത്തി. പെരിയാറിലെ മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിയിൽ വിവിധ വകുപ്പുകളുടെ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര മത്സ്യങ്ങൾ കൂട്ടമായി ചത്തുപൊങ്ങിയ പാതാളത്ത് സന്ദർശനം നടത്തി. സംഭവത്തിൽ 2 ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കൃത്യമായ നഷ്ടപരിഹാരത്തിന് ശുപാർശ നൽകുമെന്നും സബ് കളക്ടർ കെ മീര. നമ്മളിപ്പോൾ പ്രിലിമിനറി റിപ്പോർട്ട് ഞാൻ സാറ്റർഡേയുടെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്യുന്നതാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു അസസ്മെന്റ് നടത്തുന്നുണ്ട് എത്രയാണ് നഷ്ടം ഉണ്ടായതെന്ന്. അതും ഞാൻ റിപ്പോർട്ടിന്റെ കൂടെ ഞാൻ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുന്നതാണ്. പെരിയാറിന്റെ ദുരവസ്ഥയ്ക്കും മത്സ്യകർഷകർക്കുണ്ടായ നഷ്ടത്തിനും ഉടനടി പരിഹാരം വേണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ പുരുഷൻ ഏലൂർ. ഈ ബണ്ടിന് മുകളിൽ 4-5 കമ്പനികളിൽ നിന്ന് ഒഴുക്കിയ മാലിന്യങ്ങൾ ആണ് പ്രധാനമായിട്ട് ഒരു കാരണം. നേരത്തെ കൂടിക്കിടക്കുന്നതും പുതുതായിട്ട് വന്ന വിഷജലവും ചേർന്നാണ് താഴേക്ക് ഒഴുകിയത്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് സീറോ ഡിസ്ചാർജ് കൈവരിക്കുക എന്നുള്ളതാണ്. കോടതി ഉത്തരവ് നടപ്പാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെരിയാറിൽ രാസമാലിന്യം കലരാനുണ്ടായ സാഹചര്യം പരിശോധിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും യോഗം നാളെ സബ് കളക്ടറുടെ ഓഫീസിൽ ചേരും. കുഫോസിലെ വിദഗ്ധരുടെ സംഘവും പെരിയാറിൽ പരിശോധന നടത്തുന്നുണ്ട്. ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് സിപിഐഎമ്മും ബിജെപിയും ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.